ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. ബാബേൽ ഗോപുര നിർമ്മാണത്തിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന സംഭവമാണ് ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജനസമൂഹം. അവർ ഒരിടത്ത് കുടിയിരുന്ന് സ്വന്തമായി ഒരു പേരുണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. അവർ യാത്ര ചെയ്ത് കിഴക്കോട്ട് ശീനാർ ദേശത്ത് എത്തിച്ചേരുന്നു. കയീനും ദൈവത്തിന്റെ സന്നിധി വിട്ട് കിഴക്കോട്ട് നോദ് ദേശത്താണ് എത്തിച്ചേർന്നത്. വേദപുസ്തകത്തിൽ ഈ കിഴക്കോട്ടുള്ള യാത്ര കയീന്റെ ജീവിത പശ്ചാത്തലത്തിലും ബാബേൽ സംഭവ പശ്ചാത്തലത്തിലും പാപത്തിലേക്കുള്ള ദൈവസന്നിധി വിട്ട് അകലുന്ന യാത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ ആസ്പദമാക്കി 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. സമഭൂമി അവർക്ക് തങ്ങളുടെ പദ്ധതികളെ പ്രാവർത്തികമാക്കുവാനുള്ള സൗകര്യപ്രദമായ ഒരു ഇടമായിരുന്നു. മറ്റ് അധ്വാനങ്ങൾ അവിടെ ഇല്ല. കുന്നിൻ പ്രദേശമായിട്ടോ താഴ്വാരമായിട്ടോ ഉള്ള ഒരിടമല്ല, സമഭൂമിയാണ്. അതായത് അവരുടെ ഇഷ്ടത്തെ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ഇടം. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഇത്തരത്തിലുള്ള സമഭൂമി കണ്ട് മതിമറന്നു നിൽക്കുന്നവരാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ, മോഹങ്ങളെ നിറവേറ്റുവാനുള്ള നമ്മുടെ തത്രപ്പാടുകൾ, അത് ഒരിക്കലും നിരന്തരമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് വ്യക്തമായി ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 2, ദൈവഹിതത്തിന് വിരുദ്ധമായ കൂടിയാലോചനയാണ് അവിടെ നടന്നത്. ദൈവത്തിന്റെ കൽപ്പന ഇപ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്: പെറ്റുപെരുകി ഭൂമിയെങ്ങും പരക്കുക. പെറ്റുപെരുകി മനുഷ്യനോട് ഭൂമിയെങ്ങും നിറയുവാനായിട്ട് ദൈവം കൽപ്പിക്കുമ്പോൾ ഇവിടെ അവർ ഒരിടത്തിലേക്ക് ഒതുങ്ങിക്കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രത്യേകത, അവർ അവിടെ ദൈവത്തെ മറന്നുകൊണ്ടാണ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്കൊരു പേരുണ്ടാക്കുവാനാണ് അവരുടെ ശ്രമം. അതിനു വേണ്ടിയിട്ടാണ് ആ കൂടിയാലോചന. പ്രിയമുള്ളവരെ, നാമും ഇത്തരത്തിൽ സൗകര്യപ്രദമായ ചില ഇടങ്ങളിൽ സുഹൃത്തുക്കളോടും സാഹചര്യങ്ങളോടും അലിഞ്ഞു ചേർന്ന് ദൈവത്തെ മറന്ന് നമുക്ക് പേരുണ്ടാക്കുവാൻ, പ്രശസ്തി ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അന്തം കലക്കമാണ് എന്ന് മറന്നു പോകരുതേ. ഒടുവിലായി ഇങ്ങനെ ധ്യാനിക്കാം: നാം ശരിക്കും എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? സാമ്രാജ്യം പണിയുവാനായിട്ട് ഒരുമിച്ച് കൂടിയ ആ ശീനാറിലേക്കാണോ? അതോ ദൈവത്തിൻ്റെ ദിവ്യമായ തണലിലേക്കാണോ? കഴിവിലും പണത്തിലും സ്ഥാനത്തിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ഞാനെന്ന ബാബേൽ നാം കെട്ടി ഉയർത്തുമ്പോൾ തമ്പുരാൻ അത് കാണുവാൻ ഇറങ്ങി വന്നാൽ അത് ആകെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. വിനയപ്പെടുവാനും എളിമപ്പെടുവാനും ദൈവം നമ്മെ ഈ നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്നു. ബാബേൽ ഗോപുരം ദൈവത്തോടുള്ള മത്സരമായിരുന്നു. അത് അമ്പേ പരാജയപ്പെട്ടു പോയി. ദൈവത്തോട് മത്സരിക്കുവാൻ നാം ആളല്ല എന്ന് മനസ്സിലാക്കുക. നമുക്കൊരു പേരുണ്ടാക്കുകയല്ല ലക്ഷ്യം. നമ്മെ സൃഷ്ടിച്ച തമ്പുരാന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ ബാബേലിനേക്കാൾ ഉയരങ്ങളിൽ എത്തും വിധം ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടുള്ള ജീവിതം തമ്പുരാൻ നമുക്ക് സാധ്യമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ കർത്താവേ, അങ്ങയോട് മത്സരിക്കുന്ന ബാബേൽ പണിയുന്നവരായിട്ടല്ല, അങ്ങയുടെ തണലിൽ വിനയത്തോടെ വസിക്കുന്ന അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ.